ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ആസ് യൂഷ്വൽ ഉച്ചയപ്പം എണീറ്റ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. പുറത്തേക്ക് ഇറങ്ങേണ്ട ഉദ്ദേശിച്ച് ഇന്നും നമ്മൾ ആസ് യൂഷ്വൽ എന്താ പറയുക റാപ്പിഡ് ഓടാൻ പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഫ്രീ ആണ്, നൈറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരത്തുള്ളൂ. അപ്പോൾ അതുവരെ ഫ്രീ ആണ്. അപ്പോൾ അതുവരെ ഓടാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പോവാണ്. കുറച്ച് പലതുള്ളി പെരുവെള്ളം എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അതായത് കുറച്ച് പൈസ കിട്ടുമ്പോഴത്തേക്ക് അത് കൂട്ടി വെച്ച് വലിയൊരു എമൗണ്ട് ആവുമല്ലോ. കിട്ടുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം ഒരു 10-50 രൂപ വെറുതെ അങ്ങനെ ഓടിയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടണം നല്ലതല്ലേ. അത് കാരണം ഞാൻ ഓടുവാണ്. അപ്പോൾ എന്തായാലും ആദ്യമേ ഓടുന്നതിന് മുമ്പായിട്ട് വെയിലുണ്ടെന്നല്ല, വെയിൽ കുറയാൻ വേണ്ടി നിൽക്കാം. എന്തായാലും നമുക്ക് ആദ്യമേ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാൻ ഈ സമയത്ത് കിട്ടുമെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നിൽക്കാം. ആദ്യമേ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് റാപ്പിഡ് ഓണാക്കി ഓടാൻ തുടങ്ങാം എന്നുള്ള തീരുമാനത്തിലാണ്. ഇന്ന് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയാം നമുക്ക് ഇന്ന് എത്ര രൂപ കിട്ടിയെന്നതൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് ആദ്യം പോയി അന്നം കഴിക്കാം. എവിടെ പോയി കഴിക്കും എന്നുള്ള കൺഫ്യൂഷൻ. മിക്കടുത്ത് ഹോട്ടൽസ് ഒന്നും ഇല്ല, അടച്ചടച്ച് വരുവാണ്. ഉള്ള ഏതാണ് അതൊന്നും തപ്പിപ്പിടിച്ച് പോയി കഴിച്ചിട്ടൊക്കെ വരാം. നാക്കും തിരിയല്ല, ഉറക്കത്തിന് ഏറ്റുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. സമൃദ്ധിയിൽ വന്ന് ഫുഡ് കഴിക്കാണ്ട് ചോറ് കഴിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ചോറ് അവിടെ ഇല്ല, ചോറ് തീർന്നു. ഇപ്പം നെയ്ച്ചോറും ബീഫും പിന്നെ ബിരിയാണിയും മാത്രമേ ഉള്ളൂ. നമ്മളിത് വനിതാ ഹോട്ടലിൽ പോയി നോക്കാം, അവിടെ കിട്ടുമെന്ന് നോക്കാം. അറിയില്ല കിട്ടുമെന്നുള്ള നോക്കാം. നമുക്ക് സമൃദ്ധിയിൽ നിന്ന് ഊണ് കിട്ടില്ല. പക്ഷേ നമ്മുടെ വനിതാ ഹോട്ടലിൽ പനമ്പള്ളി നമ്മൾ അവിടെ ഊണുണ്ട്. അവിടെ ഇപ്പോൾ റീ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ വന്ന ദിവസം മാത്രം ഇല്ലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഫുഡ് കഴിച്ച് സാറ്റിസ്ഫൈ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പണിയെടുക്കാൻ പോകാം. നേരെ ഊബറിനെ ബാഗ് എടുത്തില്ല, റാപ്പിഡ് നമുക്ക് ഉണക്കിയിട്ട് പണി തുടങ്ങാം. പണി നൊമ്പര പണിയോ ഓക്കെ. ഇത് കൊള്ളാം കേട്ടോ, ഈ സാധനം കൊള്ളാം. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോ മൊത്തത്തിൽ സെറ്റായി. ഇതിനെ നമുക്ക് ഓണാക്കാൻ ഞാൻ കാണിച്ചു തരാം. റാപ്പിഡ് ക്യാപ്റ്റൻ എടുക്കുക, ഇൻസെൻറ്റീവ് നോക്കുക, മറ പോറ്റ് വരിക. ടൈം എന്റതാ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടം വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഓട്ടം തൽക്കാലത്തേക്ക് റെസ്റ്റ് എടുത്തിട്ട് സ്റ്റേഡിയത്തിൽ വന്നിരിക്കണം. അപ്പോൾ എനിക്ക് ഓടണമെന്നുണ്ട്, പക്ഷേ എന്നാ പ്രശ്നം എന്നറിയാമോ, നമ്മൾ ബോഡി സമ്മതിക്കില്ല. കുണ്ടി ഒരു പഞ്ചറായിപ്പോൾ, ഒരു കുണ്ടി ഉണ്ടെന്ന് പോലും സംശയമായിപ്പോൾ, അമ്മമാരി രീതിക്കായിപ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് ഓടണമെന്നുണ്ട്. പക്ഷേ ഇന്ന് ഓടിയിട്ട് മൊത്തം കൂടി ഇന്നലെ ചോദിച്ചിട്ട് 500 സംതിങ് കിലോ ആയിട്ടുണ്ട് എനിക്ക് മൊത്തം ടോട്ടൽ ഏണിങ്സ് വാലറ്റിനത് ഇറക്കുന്നത്. അതിന് നമുക്ക് റെഡീം ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. കുറച്ച് മുന്നേ ബാസിത്ത് വരുന്നുണ്ടായിരുന്നു, അവനെന്തോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഹോട്ട് ബോക്സ് ചായക്കട തിരിച്ചു വന്നു. ഇനി ഒരു കട്ടൻ കുടിച്ചിട്ട് സമാധാനമാകത്തുള്ളൂ. തലവേദന എടുക്കുന്നുണ്ട്, ഒരു കട്ടൻ കുടിച്ചിട്ട്. ഇന്ന് ആസ്റ്ററിൻ്റെ അവിടെ ആ സൈഡിലേക്കായിരുന്നു കൂടുതൽ ഓട്ടമൊക്കെ വന്നത്. വന്നവരെല്ലാം നൈസായിരുന്നു, നല്ല സംസാരമൊക്കെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഓടാനായിട്ട്. ഇനി എനിക്ക് ഓടണം, പക്ഷെ നടക്കാനില്ല. ഈ കാണുന്ന സാധനത്തിന് എവിടെയെങ്കിലും കണ്ടു ചെയ്യാൻ ദയവായി മൈൻഡ് ചെയ്തത്. ചെറിയ 10 പൈസക്ക് വിവരത്തിന് കുറവില്ല സാധനമാണ്. എനിക്ക് വിവരം ഞാൻ പറയുന്നില്ലല്ലോ. എനിക്ക് വിവരം നല്ലവരും അറിയാം. എന്റെ വിവരത്തെ ഞാൻ കണക്കൂട്ടിരിക്കുന്നത് ആണ്. അങ്ങനെ തന്നെ എന്റെ വർഷം കൊണ്ട് കാണുന്നവരല്ലേ, ഞാൻ വിവരത്തോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സാധനത്തിന് കൂടെ കൂട്ടരുത്. ഇവിടെ ഒഴിയാപ്പാതായിട്ട് കൂടിയിരിക്കുന്നത്. ദാസൻ എങ്ങനെയോ ദാസന്റെ അതിൽ അടിമപ്പെട്ടു പോയി. ദാസനെ ടോർച്ചർ ചെയ്ത് ഡെയിലി വരിക ടോർച്ചർ ചെയ്യാൻ വേണ്ടിട്ട്. എങ്ങനെ ജീവിക്കുന്നു സമൂഹത്തിന് ഭാരമായിട്ട്? നീ ജീവിക്കുന്നില്ലേ? ഞാൻ ജീവിക്കുന്നുണ്ട്. എങ്ങനെ ജീവിക്കുന്നു? എന്താ കപ്പിളെന്ത് അഖില പോയല്ലേ? ചേച്ചി ഇല്ല. അനക്ക് ചക്കറുണ്ടാ? ഉണ്ടാ? ഇല്ല, ഉണ്ടാ? സത്യം പറ, ഉണ്ടാ? അവന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാ. ചായ കുടിച്ചിട്ടോട്ടെ. അയ്യോ ആ ഒടിയൻ്റെ നടുവേ ഐസ് നല്ല ശീലമുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഹോട്ട് ബോക്സിലെ മിന്തി കട്ടൻ. വാ, വാട്ട് എ ബ്യൂട്ടിഫുൾ. നല്ല സുഖമുണ്ട്. ഇനി ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം വരാം. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വരാം. അയ്യോ വയ്യ. വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, എനിക്കൊരു റാപ്പിഡ് തമ്മനത്ത് നിന്ന് മറൈൻ ഡ്രൈവ് വരെ, അത് കലൂർ ഭാഗത്ത് നിന്ന് മറൈൻ ഡ്രൈവ് ഒരു ഓട്ടം കിട്ടിയേ. ഞാൻ ഓടി അവിടെ എത്തിയപ്പോഴത്തേക്ക് അത് പറഞ്ഞ് ആരും വന്നില്ല, ആരും അസൈൻ ചെയ്തില്ല പറഞ്ഞ് മൊട്ട കലിപ്പ്. എന്നിട്ട് ഞാൻ വിളിച്ചോണ്ടിരുന്ന വിളിച്ചു. അത് അവസാനം റാപ്പിഡക്കാരെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. എന്ത് മൊട്ടയാണത്? അങ്ങനെയൊക്കെ നിങ്ങൾ ഒരിക്കലും ക്യാൻസൽ. നമ്മൾ അത്ര ഓടിച്ച് വരുന്നതാണ്. ഓടിച്ച് വരുന്ന ആ സമയത്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത്. അതായത് ഞാൻ എത്താൻ 1 മിനിറ്റ് ബാക്കിയുള്ള പറയണേ.
ഞാൻ അവിടെ സ്ഥലത്ത് ഞാൻ തിരിച്ച് ഞാൻ വീട്ടിലെത്തിയെന്ന് അത് മറൈൻ ഡ്രൈവർ പോകാനുള്ള വീട്ടിലെത്തിയെന്ന് എന്ത് പൊട്ടത്തിലൊക്കെ വിളിച്ചു പറയുന്നത് ലോജിക്ക് വേണ്ടി സംസാരിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അതായത് ദാസേട്ടൻ ഞാൻ പറയട്ടെ മറൈൻ കലൂര് അല്ല ഞാൻ പറഞ്ഞേക്ക് കലൂരിൽ നിന്ന് അവിടം വരെ മറൈൻ ഡ്രൈവ് വരെ കലൂരിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരെ എത്താനുള്ള വെച്ചാൽ ഞാനപ്പം എവിടെ നിൽക്കുക ഇവിടെ ലിങ്കോ തമ്മനത്തേക്ക് പോണ റൂട്ട് നിൽക്കുക അവിടെ നിന്ന് എത്തി 4 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തി ഇടയ്ക്ക് ബ്ലോക്ക് കിട്ടി അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്ത് വീട്ടിലെത്തിയിരുന്നു അതെങ്ങനെ എത്തും പറന്നു പോവുക ജെറ്റ് റേസ് വല്ലതും ആണോ ജെട്ടി വരെ ഇട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് നല്ല സംശയമുണ്ട് അതാണ് എന്തിനാണ് എന്തോ തിരുവനന്തപുരത്തിന്റെ അംജുന്റെ സ്വന്തം ഭാര്യ എത്തിയിട്ടുണ്ട് എടാ അംജുന്റെ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ അംജു നീ വരുന്ന നീ എന്റെ ഭാര്യയല്ലേ അവള് വരാന്നാണ് പറഞ്ഞത് വാ എവിടെ പോണു ഇത് വേണ്ട അടുത്തട ഈത്തപ്പഴം കഴിച്ചു വെച്ച് ഗൈസ് അങ്ങനെ നമ്മൾ അയ്യോ കണ്ണൊന്നും വെള്ളിച്ചില്ല ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിരുന്ന് 2 റൗണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന് ബാസിനെ കൊണ്ടാക്കിയതിന് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ് സുഹൈലിലെ കൊട്ടാരത്തിൽ സൂക്കൊട്ടാരത്തിൽ നിന്ന് സുഹൈൽ നമുക്ക് വേണ്ടി ഒരു വിജൃംഭിച്ച ഒരു വിരുന്ന് തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാക്കി എല്ലാം അവിടെ ഉണ്ട്. ഞാനും കൂടെ അങ്ങോട്ട് ചെന്ന് ജോയിൻ ചെയ്തതോടെ നമ്മൾ പരിപാടി കളറാകുന്നത് മാത്രമല്ല ഫുഡ് നല്ല അടിച്ച് വയറ് വെറുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശം കൂടി ഉണ്ട്. 5 വയസ്സൊക്കെ വരാത്ത അഞ്ജന അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അബു ഉണ്ട്. 5 വയസ്സൊക്കെ വരില്ലാത്ത അഞ്ജന ഇവിടെ. റിസോർട്ട് മുതലാളി. ഹലോ റിസോർട്ട് മുതലാളി. എടാ നീ അവിടെ റിസോർട്ട് ഉണ്ട് ഞങ്ങൾ ആരെയും വിളിച്ചാടാ? വിളിച്ചില്ലല്ലോ. നീ സുഹൈലിനെ മാത്രമേ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്ത ബന്ധാണ്. ഓക്കെ സമ്മതിച്ച് മതി. അല്ല സൗദു വിളിക്കണമെങ്കിൽ ആദ്യം നമ്മളെ വിളിക്കണമായിരുന്നു. അവര് ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് അല്ലേ? സുഹൈലും റിഫാസും ഷെറിഫാനും അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ദാസനെ ഒഴിവാക്കിയല്ലോ. ദാസനെ ഒഴിവാക്കിയപ്പോ ഇവനോടാണല്ലോ. സുഹൈല് പറയണ എനിക്ക് നീ ഇല്ലാണ്ടൊരു ജീവിതം ഇല്ലെന്ന് പറയണം. അങ്ങനെ പറയല്ലേ? കാരക്കെ ഇതാ ഈന്തപ്പഴം. ഈന്തപ്പഴം ഈന്തപ്പഴം പിന്നെ ഇതെന്നാ ഇത് ഈന്തപ്പഴം. ഇത് കാരക്ക. ഈന്തപ്പഴം 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 എന്ന് പറയുന്നത് ഇത് നല്ല പഴുത്തിട്ട് ഇതാക്കി വരുന്നതാണ് ഈന്തപ്പഴം. ഇത് അതിന്റെ റോ ഉണക്കി എടുക്കുന്ന രണ്ടും ഒരേ ആളില്ലേ? പനയം തന്നെ. ഇതാണ് ഈന്തപ്പഴം. അങ്ങനെയാണെങ്കിൽ മാങ്ങ പഴുത്തു കഴിയുമ്പോ മാമ്പഴം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാമ്പഴം മാങ്ങ പഴുത്ത മാങ്ങ പച്ച മാങ്ങ വിളഞ്ഞ മാങ്ങ അങ്ങനെ ഞങ്ങൾ പറയാറുള്ളു. അതന്നെ കണ്ണിമാങ്ങ. കണ്ട ചെറുക്കര് കണ്ണിമാങ്ങയുടെ പ്രിയപ്പോ തന്നെ. പിന്നെ മാങ്ങ എന്തിനാ കണ്ണിമാങ്ങ എന്ന് പറയുന്നത്? കണ്ണിയായോണ്ട്. ഓക്കെ എല്ലാ സിനിമയും കഴിച്ചിട്ടില്ലേ? അപ്സി പണിയെടുക്കണ്. അപ്സി പണിയെടുക്കണ്. 10 സവാള അരിങ്ങനെ ഞാൻ കണ്ടുപഠിക്കും. നീ എന്തേലും ചെയ്താ പ്രാന്താണ്ടായിട്ട് നിറഞ്ഞ് എല്ലാണോ എണ്ണ എവിടെ? ചിക്കൻ പൊരിക്കാൻ വേണ്ടിയാ വന്നത്. ചിക്കൻ പൊരിക്കാൻ വന്ന എണ്ണയില്ല. എടാ ചിക്കനെ നമുക്ക് ഗ്രില്ലടിക്കാടാ. കുറച്ച് എന്റെ അവസ്ഥ വേറെ സാധനമല്ലോ ഇവിടെ. വേറെ തന്നെയല്ല. പോയി പണിയെടുക്കണേ. നീ പെൺകുട്ടിയല്ലേ? പോയി പണിയെടുക്കണേ. നീ പോയി പണിയെടുക്കണേ. എംബാപ്പെ ജേഴ്സിയുടെ കഥ പറഞ്ഞാടി. ആ ജേഴ്സി ഇടുന്നത് ആരെയാണ്? ഏത് ക്ലബ്ബാന്ന് പറയുമ്പോ 5 പൈസ അഞ്ചനാണത്. ബാസിനാണ് അല്ലേ? അറിയാൻ പാടില്ല. ഇവിടെ പോകുന്ന വഴിക്ക് അവിടുന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എവിടെ ചാടി എടുത്തോ. എല്ലാത്തിനും കിളി പോയിരിക്കുന്നു. ഇവിടെ ഒരു മിനിറ്റ് പോലെ നീ വന്നേ. ഇവിടെ ഇത്രയും പേരുണ്ട്. രസ്ന വരെ ഉണ്ട്. ഇത്രയും പേരുണ്ട്. നീ ഇത്രയും പേർക്ക് മാത്രം എന്താ കൊണ്ട കൊടുത്തത് ഈ മാങ്ങ ഇതാക്കിട്ട്?
ഞാൻ കഴിച്ചിട്ടില്ല. നീയല്ലോ അവിടെ കൈയിട്ട് വരെ അപ്പൊ നിനക്ക് വന്നാ ഇച്ചിരി വാങ്ങാൻ നിനക്കാൻ വാങ്ങാന്നാ കൊള്ളാം. ഈ ചിക്കൻ കറി ഫുൾ ക്രെഡിറ്റ് കോസ്റ്റ് ആരാണ്? അൻവർ. ബാച്ചുലർ ലൈഫാണ് അഭയം പറഞ്ഞ കണ്ടു പഠിക്കടാ. ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള സാധനം ചിലപ്പോ ഈ ഇതായിരിക്കും. ഏത്? ഈ മാംഗോ. ഈ മാംഗോ അല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്ക്. ടെസ്റ്റ് ചെയ്യടാ. എന്താ പറ കഴിക്കടാ. അന്നോ ഇതൊക്കെ ഒരു എക്സ്പ്രഷൻ ഇല്ലടാ പട്ടി. ഉച്ച വരെ ഇതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന പുതിയൊരു റിഫാസ് സ്റ്റേഡിയത്തിലെ പെൺകുട്ടികളുടെ സ്വന്തം കൺകണ്ട ദൈവമാണ്. പൂക്കി റിഫാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്റ്റേഡിയത്തിൽ ഏതെങ്കിലും നമ്മളേതെങ്കിലും പെൺപിള്ളേരുടെ കൊടുത്ത് റീലൊക്കെ ഇവനെ സൈഡിൽ പോകണം. ഉടനെ ആകുമ്പോൾ പെടന്തിരിച്ച് അങ്ങോട്ട് നോക്കും. ഇവനെ കൊണ്ട് കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇവൻ പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾക്കൊരു കാര്യം അറിയാം ഗൈസ്, ഇവനെ ചെയ്ത് തമ്മിൽ ലവ് ആണ് ഗൈസ്. അവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ഇരുന്ന് സ്റ്റേഡിയം വരെ പോകും. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നത്. നമ്മൾ സ്റ്റേഡിയത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തിയപ്പോൾ ഇവിടെ ഫുഡെല്ലാം റെഡിയായി. ഇത് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് അറിയപ്പെടുന്നു. ഇത് കോഴിക്കറി, പത്തിരി, പിന്നെ അവിടെ പൊറോട്ട, സലാഡ്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ഇത്. ഇവിടെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എന്ത് സംഭവിക്കും? എവിടെ പോയേ? പാൻറ് കീറിയോ? അതൊക്കെ പാഷനോട് തനിക്ക് അതിന്റെ അറിയാവോ? തനിക്ക് വല്ല അറിയാവോ? അതേടാ ഫാഷനാ. 3000 രൂപയ്ക്ക് പാന്റ് മേടിക്കുക, ബ്ലേഡ് വെച്ച് കീറുക. എന്താ ഫാഷൻ? നല്ല 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 തീരുമാനമാണ്. ഗൈസ് കുറച്ച് പൊറോട്ട കിള്ളി എടുക്കുക, കുറച്ച് ഗ്രേവിയിൽ മുക്കി എടുക്കുക, ഗ്രേവി മുക്കി എടുക്കുക. ഐസ് അടുത്ത പരിപാടിയെല്ലാം കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റേഡിയത്തിലുണ്ട്. അപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും റാപ്പിഡ് അടിക്കാമെന്നൊക്കെ നോക്കാം. റാപ്പിഡ് അടിക്കുകയെന്നുണ്ടെങ്കിൽ തിരിച്ച് റൂമിലേക്ക് വല്ലതും കിട്ടുമെങ്കിൽ ലാഭമല്ലേ? അപ്പം അങ്ങനെ നോക്കാം. എന്തായാലും അല്ലെങ്കിൽ 1-2 ഓട്ടം കിട്ടുമെന്ന് നോക്കാം. ചെറിയ ചെറിയ വല്ല ഓട്ടം കിട്ടുമെന്ന് നോക്കാം. ഐസ് നമുക്ക് ടൗൺ ഹാളിൽ നിന്ന് മരടിലേക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തായാലും പോയി എടുത്തിട്ട് വരാം. ഓട്ടോക്കാരെ കലിപ്പുണ്ടാക്കാം. എന്തിനും പോയി നോക്കാം. ഇവിടുന്ന് മരടിലേക്കാണ്. അപ്പോൾ എനിക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാനുള്ള കാര്യമുണ്ട്. ഐസ് അങ്ങനെ എല്ലാ പരിപാടിയും ഞാൻ റൂമിൽ എത്തിയിട്ടുണ്ട്. അയ്യോ ഇത് ഭയങ്കര ടയർഡായിപ്പോയി. ഇരുന്നിരുന്നിട്ട് ബാക്ക് ഭയങ്കര പെയിൻ എടുക്കുന്നുണ്ട്. അപ്പം ഇന്നലെ അതായത് 29-ാം തീയതി 3:30 കണ്ടില്ല ഞാൻ ഇറങ്ങി. 29-ാം തീയതി എനിക്ക് മൊത്തം ഞാൻ 9 ഓർഡേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് 417 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഓടിയിട്ട് 3 ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെത് 209 രൂപ സെറ്റായിട്ടുണ്ട്. അപ്പം മൊത്തം 426 മൊത്തം എനിക്ക് കിട്ടിയിരിക്കുന്നത് 877 രൂപ മൊത്തം കിട്ടിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 877 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ എന്തായാലും ഊബർ ഓടി നോക്കാം. ഊബർ ഓടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവരും ഇന്ന് തകർപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരയ്ക്കും. വണക്കം.